ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടത് തന്നെയാണ്. മറ്റൊന്നുമല്ല, അനുമോളുടെയും അനീഷിന്റെയും പ്രൊപ്പോസൽ സീൻ. നമ്മളിൽ കുറച്ചുപേരെങ്കിലും ഒക്കെ ഈ ഒരു പ്രൊപ്പോസൽ പ്രതീക്ഷിച്ചതാണ്. അത് കുറച്ച് നേരത്തെ ആയിപ്പോയി എന്ന് മാത്രം. അനീഷ് വളരെ ഓപ്പൺ ആയിട്ടാണ് അനുമോളോട് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നത്. ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് വളരെയധികം സംയമനം പാലിച്ച് അനുയോജ്യമായ മറുപടി തന്നെയാണ് അനുമോൾ അനീഷിന് നൽകിയത്. അനുമോളോട് കൂടുതലൊന്നും പറയാതെ അനീഷ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് അനുമോൾ ഈ കാര്യം ആദിലയോടും ന്യൂറയോടും പറയുകയുണ്ടായി. അത് മറ്റൊന്നും കൊണ്ടല്ല, ആദിലയും ന്യൂറയുമാണ് അനുമോളുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. പക്ഷെ അതുവരെ കാര്യങ്ങൾ വളരെ നൈസായി ഹാൻഡിൽ ചെയ്ത അനുമോൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് അനുമോൾ ഇക്കാര്യം ഷാനവാസിനോട് പറയുന്നത്. പക്ഷെ രാവിലെ ആദിലയോടും ന്യൂറയോടും പറഞ്ഞപ്പോഴുണ്ടായിരുന്ന ന്യായീകരണങ്ങളോ വിശദീകരണങ്ങളോ ആയിരുന്നില്ല അനുമോൾ ഷാനവാസിനോട് പറഞ്ഞത്. കാര്യം കേട്ട് ഷാനവാസ് ആകട്ടെ തമാശ കലർത്തിയാണെങ്കിലും അനുമോളെ കുറ്റപ്പെടുത്തുകയായിരുന്നു. അനുമോൾ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഇക്കയും കളിയാക്കിയിട്ടില്ലേ എന്നൊക്കെ. അതിന് ഷാനവാസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നീ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ വെറുതെ കളിയാക്കിയതാണ്. നീയല്ലേ ആദ്യം ക്രഷ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയത്. പിന്നീട് ഐ ലവ് യു എന്നെഴുതിയ പില്ലോ കൊടുക്കുന്നു, ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു, ലവിന്റെ സിംബൽസ് കാണിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അവന് തോന്നിക്കാണും നിനക്ക് അവനോട് യഥാർത്ഥത്തിൽ സ്നേഹമാണെന്ന്. അവനെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അനീഷിന്റെ അവസ്ഥ മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാവുന്നതാണ്. ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നീയും ആലോചിക്കണമായിരുന്നു. ഒരു ഡിവോഴ്സ് കഴിഞ്ഞ മനുഷ്യനാണ്, അതിന്റെ പേരിൽ കുറെ വർഷങ്ങൾ ഒറ്റപ്പെട്ട് ജീവിച്ച വ്യക്തിയാണ് എന്നൊക്കെ. പക്ഷെ അതൊന്നും നീ ചിന്തിച്ചില്ലല്ലോ. നിനക്കെല്ലാം കുട്ടികളിയായിരുന്നു. അപ്പോഴും അനുമോൾ അവളെ ന്യായീകരിക്കുന്നത് അവളെല്ലാം തമാശയ്ക്ക് ചെയ്തതാണ്, അനീഷ് ഇത്ര കാര്യമായിട്ട് എടുക്കുമെന്ന് ആരും കരുതിയില്ല എന്നാണ്. ഷാനവാസ് പറയുന്നതിലും കാര്യമില്ലേ? അനുമോൾക്കെന്നല്ല ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നില്ലേ അനീഷിലുണ്ടായ മാറ്റങ്ങളൊക്കെ? ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോഴുണ്ടായിരുന്ന അനീഷിനെ അല്ലല്ലോ കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിന്റെ അഭിപ്രായത്തിൽ അനീഷ് ഇത് ഒരു നിമിഷം കൊണ്ട് ചോദിച്ച ചോദ്യമോ ഒരു നിമിഷം കൊണ്ടെടുത്ത തീരുമാനമോ അല്ല. അയാൾ അനുമോളോട് ഇത് ചോദിക്കുന്നതിന് തലേ ദിവസം അയാൾ ഉറങ്ങിയിട്ടില്ല. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ച് ചോദിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു കൂട്ടി തീരുമാനമെടുത്തിട്ടാണ് അനുമോളുടെ മുന്നിലേക്ക് അയാൾ ആ ചോദ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതൊരു തമാശയായി കണക്കാക്കാൻ ഷാനവാസിന് കഴിയുന്നില്ല. അനുമോളുടെ മുന്നിൽ ഷാനവാസ് അനീഷിനെ ന്യായീകരിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് ഷാനവാസ് അനുമോളോട് നേരിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ നിന്നെ ഈ കല്യാണത്തിന് വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമെന്ന്. ഇത് അനീഷിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അയാളുടെ സ്വഭാവത്തിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും എല്ലാം കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അനുമോളുടെ പെരുമാറ്റം അയാൾക്കൊരു തമാശയായി എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അനുമോൾക്ക് തന്നെയാണ്. കാരണം എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 ആഴ്ചകളിലായി അനുമോളും അനീഷും തമ്മിലുള്ള കോംബോ എത്രത്തോളം ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പുറത്തുനിന്ന് കാണുന്ന നമുക്ക് തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് അനുഭവിച്ച അനീഷിന്റെ കാര്യം പറയാനുണ്ടോ?